6 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം. എന്നിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്ന മട്ടില്ല. ജയിലിലെ വഷളത്തരങ്ങൾ അയാൾക്ക് വല്ലാതങ്ങ് രസിച്ചു കാണും. പുറത്ത് ബോബിയെ സ്വീകരിക്കാൻ അയാളുടെ ആഭാസത്തരത്തിന് കൂട്ടുനിൽക്കുന്നവർ സംഘടിച്ചെത്തി. അതിനിടെയാണ് ജയിലിനുള്ളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ജാമ്യം കിട്ടിയിട്ടും അയാൾ പുറത്തിറങ്ങാത്തത് എന്തുകൊണ്ട്? നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ബോഡി ഷേമിംഗ് സ്വീകാര്യമല്ലെന്നും ബോബി പറഞ്ഞതിലെ ദ്വയാർത്ഥം ഏത് മലയാളിക്കും മനസ്സിലാകുമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. ബോഡി ഷേമിംഗ് ഒരുവിധത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. തടിച്ചത്, മെലിഞ്ഞത്, പൊക്കം കുറഞ്ഞത്, കൂടിയത്, കറുത്തത്, വെളുത്തത് തുടങ്ങി ഒരാളുടെ ശരീരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം. മറ്റുള്ളവരെക്കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി പറഞ്ഞു. ഹണി റോസിന് അസാമാന്യ കഴിവുകളൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. തുടർന്ന് അഭിഭാഷകൻ ആ പരാമർശം പിൻവലിച്ചു. ബോബി ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് നൽകാമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ലെന്ന മറുപടിയാണ് അഭിഭാഷകൻ B. രാംപിള്ള നൽകിയത്. 3:30 പുറത്തിറങ്ങിയ ഉത്തരവ് ജില്ലാ ജയിലിൽ ഹാജരാക്കാഞ്ഞതിനാൽ ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങിയില്ല. അതിനിടെ ജയിലിൽ നാടകീയ നീക്കമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരെ അറിയിച്ചത്. അഭിഭാഷകരില്ലാതെയും ബോണ്ട് തുക കെട്ടിവയ്ക്കാൻ കഴിയാതെയും നിരവധി തടവുകാർ ജയിലിൽ തുടരുന്നുണ്ട്. അവർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി.